ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു യക്ഷിയുടെ കഥയാണ്. ആരുടേതുമല്ലാത്ത എന്നാൽ എല്ലാവരുടേതുമായ ഒരു യക്ഷി. ഒരു ഡയറിയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. നമ്മുടെ യക്ഷിക്കഥ നടക്കുന്നത് ഈ ഡയറിയുടെ ഉള്ളിലാണ്. വാ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പട്ടണത്തിൽ പഠിക്കാൻ പോയ ഉണ്ണിത്തിരുമേനി വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഉണ്ണിത്തിരുമേനി എന്ത് പഠിക്കാനാണ് പട്ടണത്തിലേക്ക് പോയത്? അത് എഴുതി കാണിച്ചാ മതിയാ. ഇനി എത്ര നാളുണ്ട് പഠിത്തം? കഴിഞ്ഞു വാസു. ഈ ഉണ്ണിയുടെ അച്ഛൻ ആരാന്നറിയോ? ചായക്ക് തിന്നാൻ ബജ്ജി ഈ പടത്തിലുണ്ട് നമ്മുടെ ദേവ്ജി. എനിക്കറിയാം, നിനക്ക് തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള അറിവായിട്ടുണ്ട്. മൂപ്പര് ഈ സിനിമയിലുണ്ട്, പക്ഷെ വലിയ റോളൊന്നും ഇല്ലാട്ടോ. വീട്ടിലെത്തിയ ഉണ്ണിക്ക് കിട്ടിയത് മറ്റാർക്കും കിട്ടാത്ത സൗഭാഗ്യമായിരുന്നു. സ്വന്തമായിട്ടൊരു യക്ഷി. ആരാണവൾ? വീണ്ടും വീണ്ടും അവളെ കാണാനൊരു മോഹം. ഈ കക്ഷിയാണ് നമ്മുടെ യക്ഷി. யக்ஷிய பார்த்தாச்சா? பார்த்துக்கிட்டு தானே இருக்கேன். പിടിച്ചിരിക്കാ? பிடிச்சதுனால தானே பார்க்கவே வந்தேன். യക്ഷി കയ്യിൽ ടാറ്റു കടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ നിന്റെ മുന്നിലുണ്ട്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്കായി മാത്രം. ഇത് ആരാണ്, എവിടെന്നാണ്, എന്താണ് ഇതൊന്നും അറിയാൻ ശ്രമിക്കാതെ ഉണ്ണി ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇയാൾ ഇത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ യക്ഷിക്ക് പിന്നെ സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി. സ്ത്രീ സുഖം അറിയാത്ത പുരുഷന്മാരെ വശീകരിച്ച് ഒടുവിൽ ചോര കുടിക്കുന്ന സത്വം. അതാണ് മരണം. എല്ലാം കഴിഞ്ഞ ശേഷം ഉണ്ണി യക്ഷിയോട് ചോദിക്കുകയാണ്, നീ ഏതാ പെണ്ണെ? ഈ നാട്ടില് പുതിയതാ? ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. കണ്ടതല്ല അവസ്ഥ. എന്നാലും എന്റെ കൺവട്ടത്ത് പെടാതെ ഇത്രയും സുന്ദരിയായ പെണ്ണെങ്ങനെയാ ഈ അമ്മങ്കാവിൽ? അപ്പൊ ഈ ഉണ്ണി ഒരു കാട്ടു കോഴിയാണ് കേട്ടോ. എന്നാലും യക്ഷിയുടെ ഒപ്പം എങ്ങനെ? അതുവരെ മണ്ണിൽ ഉഴുതു മറിച്ചോണ്ടിരുന്ന ഉണ്ണി പെണ്ണ് യക്ഷിയാണെന്ന് അറിഞ്ഞപ്പോ രണ്ടടി നീങ്ങിയിരുന്നു. അതെന്താ, നീ വല്ല യക്ഷിയാണോ? അതെ, അത് ഞാൻ തന്നെയാ. പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ആയില്യം നാളിൽ ഗന്ധർവയാമത്തിൽ ജനിച്ച നീ യക്ഷിക്ക് പ്രിയനാണ്. ആയില്യം നക്ഷത്രം, ഗന്ധർവയാമം. നിന്നോട് എനിക്ക് തോന്നുന്ന വികാരം പ്രണയമാണ്. എനിക്ക് അറിയണ വേറൊരാളുണ്ട്. അയാൾ ആയില്യം നാളിലാണ്, പക്ഷെ ഗന്ധർവയാമത്തിലാണോന്നൊന്നും അറിയില്ല. അതിപ്പോ എങ്ങനെ അറിയാ? കലണ്ടറിൽ നോക്കി അറിയാൻ പറ്റൂ. കണ്ട നാൾ മുതൽ നിന്റെ ഈ കണ്ണുകൾ എന്റെ സ്വസ്ഥത തകർക്കുന്നു. ഈ കണ്ണുകളോ? യക്ഷി കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഉണ്ണി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. മൂപ്പര് പേടിച്ച് ഒന്ന് രണ്ടൊക്കെ ഒരുമിച്ച് പോയ പോലെ ഇരിക്കുകയാണ്. അങ്ങനെ യക്ഷിയെ കണ്ട് പേടിച്ച ഉണ്ണി നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. നമ്മുടെ യക്ഷി ഉണ്ണിയുടെ മാത്രമായി മാറുകയാണ്. ഇനി ഒരു നാളും ഞാൻ ഒരു അന്യപുരുഷനെ കുറിച്ച് ചിന്തിക്കില്ല, സ്പർശിക്കില്ല. പകരം നീയും തരണോ എനിക്ക് വാക്ക്, ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് ഉണ്ടാകില്ലെന്ന്. മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധം പ്രഖ്യാപിക്കലടാ. അവിടെ ഈ സിനിമ കട്ടായി. ഈ ഡയറി ഇപ്പൊ ഉള്ളത് ഈ 4 പേരുടെ കയ്യിലാണ് കേട്ടോ. ഈ 4 പേരാണ് ഈ സിനിമയിലുള്ള 4 പേര്. എനിക്കറിയില്ല ഇതൊക്കെ ആരാന്ന്. ഈ 4 പേരിൽ കുറച്ചെങ്കിലും പ്രാധാന്യമുള്ളത് ഇയാൾക്കാണ്. ഇയാളുടെ പേര് വിശ്വം. ഇത് തന്നെയാ ഞാൻ ചെയ്യാൻ പോണ പ്രോജക്ട്. ധൈര്യമുള്ളവർക്ക് കൂടെ വരാം. ഡയറിയിലുള്ള യക്ഷിക്കഥ സിനിമയാക്കാൻ വേണ്ടി ഒരു ക്യാമറയും തൂക്കി ഈ 4 പേരും കൂടെ ഉണ്ണിയുടെ പഴയ മനയിലേക്ക് പോവുകയാണ്. അത് മാത്രല്ല കേട്ടോ, ഒരു ട്വിസ്റ്റും കൂടി ഉണ്ട്. ഈ വിശ്വത്തിന്റെ മുതുമുത്തശ്ശനാണ് നമ്മുടെ ഉണ്ണി. നീ ഡയറി കണ്ടോ? ഇതെന്റെ മുതുമുത്തശ്ശന്റെയാ. ഈ ഡയറി ഇത് സത്യമാണെന്നാണോ? ഡയറിയിലുള്ളത് സത്യമാണോന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾക്കാർക്കും അഭിനയിക്കാൻ അറിയില്ല. അത് സത്യ. പിന്നെ പോടമ്മണ്ട. വിശ്വത്തിന് ഇത് എങ്ങനെയെങ്കിലും സിനിമയാക്കണം. എടാ, ഇതൊക്കെ എടുത്തു വെച്ചാലേ പിള്ളേര് കൂയി നാറ്റിക്കും. അങ്ങനെ ഇവര് പാട്ടും പാടി, അല്ല പാട്ട് പോലത്തെ എന്തോ പാടി മനയിലേക്ക് പോവുകയാണ്. വേണ്ട. ഓ, ഏതാ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഉണ്ണിയുടെ ബാക്കി കഥ ആ ഡയറിയിൽ ഇല്ല. അത് ആ മനയിൽ പോയാലേ അറിയാൻ പറ്റൂ. ഇല്ല ജിത്തു, എന്റെ മനസ്സ് പറയുന്നു അവിടെ നമ്മളെയും കാത്ത് ഒരുപാടുണ്ട്. അവിടെ ഈ സിനിമയുടെ ഇന്റർവെൽ ആണ് കേട്ടോ. പോയിട്ട് ഒരു സിഗരറ്റ് വലിച്ച് മൂത്രമൊഴിച്ച് ബാക്കി കഥ കേൾക്കാൻ തിയേറ്ററിലേക്ക് തിരിച്ചു വരാനാണ് ഇവർ ഈ പറയണത്. ഞാൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു കേറില്ലട്ടാ. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട. അങ്ങനെ ഇവർ ഉണ്ണിയുടെ മനയിലെത്തി. ആ പൊട്ടിപ്പൊളിഞ്ഞ പഴയ മനയില് ആരോ കമ്പിളി പൊതിച്ച് കിടന്നുറങ്ങുകയാണ്. ആരാണത്? ആരാണത്? കറക്റ്റ്, 2 പ്രാവശ്യം പറയണം.
ഞാൻ മാടൻ കുഞ്ഞ്. മാടൻ കുഞ്ഞോ? മാടനും കുഞ്ഞോ? ഞങ്ങളെ ശല്യം ചെയ്യാതെ. ഇവിടെ നിനക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ല. ഇയാൾ കാലം കുറെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഒന്നുമില്ലാന്ന് ഇപ്പൊ നീ പറഞ്ഞിട്ട് വേണ്ട അയാൾക്ക് അറിയാൻ. അല്ലേ, യക്ഷിയുടെ കഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ഈ മാടന് മനസ്സിലായി. കഥ കേൾക്കാൻ വന്നവരല്ലേ, എന്നിട്ട് കേട്ടോ കഥ പറഞ്ഞു തന്നോ ഈ നാട്ടിലുള്ളവര്. അവളുടെ പേര് കേട്ട ഉടുത്ത മുണ്ടയിൽ ഇരുന്ന് തൂറും. അത്രയ്ക്ക് വൃത്തികെട്ട പേരാണോ? അങ്ങനെ ബാക്കി കഥ പറഞ്ഞു തരാന്ന് മാടൻ സമ്മതിക്കുകയാണ്. കഥ ഞാൻ പറയാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല ഞാൻ പറയുന്ന വാക്കുകൾക്കാ പ്രസക്തി. സത്യാസത്യവും ഉദയാസ്തമയ. ഇരുട്ടിലില്ല എന്ന് കരുതുന്ന സൂര്യൻ പ്രഭാതത്തിൽ മുന്നിൽ വരുമ്പോഴാണ് സത്യമാവുന്നത്. ഇയാൾ എന്താ പറയണതെന്ന് ഇയാൾക്ക് തന്നെ അറിയില്ല. എന്റെ വാക്കുകൾ സൂര്യനാണ്. സംശയത്തിന്റെ ഇരുട്ടിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല. ആ താടിയും മുടിയും കാരണം തന്റെ മുഖം തന്നെ കാണാൻ പറ്റണില്ല. അപ്പോഴാണ് വാക്ക്. വിശ്വാസത്തിന്റെ പ്രഭാതം ഒരു സത്യമായി നിങ്ങളെ. ഇതിപ്പോ പടം മാറിയിട്ട് ചാക്യാർ കൂത്തായോ? വിശ്വാസത്തിന്റെ പ്രഭാതം ഒരു സത്യമായി നിങ്ങളെ പുണർന്ന് പുലരും. വരകാണ്ടൊന്ന് വിളിച്ചോണ്ട് പോടാ. എന്റെ വാക്കുകളും അതിൽ രൂപം കൊണ്ട കഥയും അപ്പൊ മനസ്സിലാവും. തന്റെ കഥ എനിക്ക് കേൾക്കണ്ട. ഇതേ പടം തീരാറായി. ഞാനൊരു യാത്രികനാ. കുറച്ചു നേരത്തിലടോ താൻ പറഞ്ഞത് താൻ മാടനാണെന്ന്. ഇപ്പൊ പെട്ടെന്ന് താൻ യാത്രികനായോ? അതുകൊണ്ട് കഥ ഞാൻ പറയാം. ഇയാള് പിന്നെ എന്തോ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നേ? എടോ അവളെ ഈ കന്യകന്മാരെ മാത്രമേ പിടിക്കൂ, അതുകൊണ്ട് എന്നെ തൊടില്ല. തന്നെ യക്ഷീന്നല്ല, ആരും തൊടില്ല. കുറച്ച് വൃത്തിയും വെടുപ്പൊക്കെ വേണേ. നാഷണൽ അവാർഡ് കിട്ടാത്ത പ്രാന്തായി പോയതാന്ന് തോന്നുന്നുണ്ട്. ആ മാത്രമല്ല, ഓ കടിക്കോ? അരൂപിയാണെങ്കിലും രൂപണ്ട്. അരൂപിന്ന് വെച്ച രൂപമില്ലാന്നല്ല അർത്ഥം. പിന്നെ എങ്ങനെയാണോ യക്ഷിക്ക് രൂപം ഉണ്ടാവണത്? ഇതൊരു രോഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ അല്ലേ എന്ന് ചോദിച്ചാലാണ്. അരൂപിയാണെങ്കിലും രൂപണ്ട്. പല സമയത്തും പരസ്പര ബന്ധമില്ലാതെ പിച്ചും പേയും പറയുന്നത് ഭ്രാന്താണെന്ന് പറയുന്നത് ശരിയാണ്. പറയാം. അഹം ബ്രഹ്മാസ്മി. ഈശ്വരൻ ഞാൻ തന്നെയാ. വട്ടനും താൻ തന്നെയാ. ഈ നാവിലും സത്യത്തിന് മങ്ങലേൽക്കില്ല. അതുകൊണ്ട് എനിക്കാരും ഭയമില്ല. അതിന് എനിക്ക് ഭയമുണ്ടോ, ദേഷ്യമുണ്ടോ, വിശപ്പുണ്ടോ എന്നൊന്നും ഇപ്പൊ ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. ஆனா மனசார சொல்றேன்டா, சத்தியமா நீ எல்லாம் உருப்பட மாட்ட. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. പക്ഷെ ഈ മാടന് പേടി ഈശ്വരനെ മാത്രം. അതുകൊണ്ട് ഞാൻ എല്ലാം പറയാം. ഇയാള് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കഥ കേട്ട തന്നെ നടക്കത്തില്ല കേട്ടോ, വീട്ടിൽ പോകോ. അങ്ങനെ ഈ കാലമാടൻ കഥ പറയാൻ തുടങ്ങി. നിനക്ക് ഇത് തന്നെയാണോ പണി? മണ്ണ് വാരി വാരി കുഴിയാവും ഇപ്പൊ അവിടെ. സംഭവം എന്താന്ന് വെച്ചാ നമ്മുടെ ഉണ്ണി യക്ഷിയെ കല്യാണം കഴിച്ചു. പക്ഷെ ദേവ്ജി നമ്മുടെ ഉണ്ണിക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു. ഉണ്ണി അതിന് സമ്മതിച്ചു. അത് ഇഷ്ടപ്പെടാത്ത യക്ഷി ഉണ്ണി അങ്ങോട്ട് കൊന്നു. ഉണ്ണിയുടെ ഊരിലെ പഞ്ഞ ഞാൻ തീർത്തരാൻ കേട്ടോ. എനിക്ക് പോണം. എന്താട്ടാ ഫേസ് ഒക്കെ വല്ലാതിരിക്കണു? ടോയ്ലറ്റ് പോകാൻ മുട്ടുണ്ടോ? എനിക്ക് പോണം. അറിയാവുന്ന കഥകളല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പോണം. അത്രയ്ക്ക് അർജന്റ് അല്ലേ? പിന്നീട് എന്താ സംഭവിച്ചത്? അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയേട്ടാ. ഒന്ന് വിടറോ പാവത്തിനെ, ഇല്ലെങ്കിൽ ഉടുത്ത മുണ്ടയിൽ ഇരുന്ന് തൂറും. എനിക്ക് പറയാൻ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നീട് എന്താ സംഭവിച്ചത്? അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയേട്ടാ. അറിയാവുന്ന കഥകളല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പോണം. പക്ഷെ ഇപ്പൊ എനിക്ക് പോണം. പ്രകൃതിയുടെ നിയമം അതാണ്. മാടന് ഉണ്ടുറങ്ങാനുള്ള വക. മോനെ, അവള് നിന്നെ വരുത്തിയത് അവിടേക്ക്. താളം തെറ്റി പെയ്യുന്ന മഴ പോലെ സൂക്ഷിക്കുക, സൂക്ഷിക്കുക, സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ആൺകുട്ടികൾ നന്നായി വന്നു വന്നു വന്നു. ഇനി ഓടിയില്ലെങ്കിൽ ശരിയാവില്ല. നന്നായി ഈ പടത്തിൽ ഇങ്ങനെയൊന്നും അല്ലാട്ടോ. സംഭവം അയാൾക്ക് പെട്ടെന്ന് എന്തോ പ്രാന്തായതാണ്. പക്ഷെ മൂപ്പരുടെ അഭിനയത്തിന് ഈ സിറ്റുവേഷൻ ആണ് യോജിക്കണത് എന്ന് മാത്രം. എന്തായാലും മൂപ്പരുടെ അഭിനയം അങ്ങനെ യക്ഷി നമ്മുടെ വിശ്വത്തിന്റെ കൂട്ടുകാരെ ഓരോരുത്തരായിട്ട് കൊല്ലും. പിറ്റേന്ന് ഡെഡ് ബോഡി കാണാൻ പോയ വിശ്വം ഞെട്ടുകയാണ്. ക്യാമറ ഇപ്പോഴും ഓണാണല്ലോ, അതെങ്ങനെ? സാറേ, ഇതൊന്ന് പിടിച്ചിരുന്നെങ്കിലേ എനിക്കങ്ങ് പണിക്ക് പോവായിരുന്നു. സോറി. അത് ശരി. അപ്പുറത്ത് കൂട്ടുകാരൻ ചത്ത് മലന്ന് കിടക്കുമ്പോ അയാൾക്ക് അതും ഷൂട്ട് ചെയ്യണത്രേ. അയാള് ഡെഡ് ബോഡി കാണാൻ ഈ കോപ്പും കൊണ്ടാണ് വന്നിക്കണത്. നമ്മൾ മിഥ്യ എന്ന് കരുതുന്നത് പലതും സത്യമായി മാറുമ്പോൾ. കൂട്ടുകാരൻ ചത്തിട്ട് 1 മണിക്കൂർ പോലും ആയിട്ടില്ല, അപ്പോഴേക്കും അവൻ വ്ലോഗ് എടുക്കാൻ വന്നിക്കാണ്. ഒരു കഥ തേടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ വന്നത്. ആ കഥയിൽ ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ട ഒരു ഏട് ഈ ഡയറി കുറിച്ചിട്ടിട്ടുണ്ട്. നാളെ ഞാൻ ജീവനോടില്ലെങ്കിലും നിങ്ങൾ ആർക്കെങ്കിലും ഇത് കിട്ടിയാൽ അതൊക്കെ അടുപ്പിലിട്ട് കത്തിച്ച് മാടൻ കഞ്ഞി വെക്കും. നോയിക്കോ. സത്യാവതല്ല. ഇന്നൊന്നും ചെയ്യല്ലേ? ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. കൊല്ലുള്ളൂ. ആയില്യ നാളിൽ ഗന്ധർവയാമത്തിൽ
അങ്ങനെ കുറെ ഡയലോഗ് അടിച്ച് യക്ഷി വിശ്വത്തിനെ ഭർത്താവാക്കാണ്. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ഈ ഡയറിയും പൊക്കി പിടിച്ച് വേറൊരു പൊട്ടം കെട്ടിയെടുക്കാണ്. ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അവിചാരിതമായി ഈ ഡയറിയും ഈ ക്യാമറയും എനിക്ക് കിട്ടിയത്. വിശ്വന് സംഭവിച്ചത് ഒരുപക്ഷെ നാളെ എനിക്കും സംഭവിക്കുമായിരിക്കും. ഇല്ല മോനെ, ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേരി, അതൊന്നും നടക്കില്ല. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. ഓക്കെ, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ യക്ഷിക്ക് വേണ്ടി ഒരു BGM ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇത് മാത്രം ഇട്ട് വെച്ചോണ്ട് ഈ പടം ഹിറ്റാവില്ലല്ലോ. ആ മാടന്റെ ഒക്കെ ഡയലോഗ് ശരിക്കും സ്ക്രിപ്റ്റിൽ ഉള്ളതാണോ അതോ നിങ്ങൾ വന്നിട്ട് എന്തേലൊക്കെ പറഞ്ഞിട്ട് പൊക്കോന്ന് പറഞ്ഞിട്ട് അയാള് പറഞ്ഞതാണോ? എന്താ അയാള് പറയണത്? എനിക്ക് ഇതേപോലത്തെ ഒരു യക്ഷിയെ കിട്ടുമെന്നാവോ? വേണമാ കിടക്കുമാ? ഞാൻ വരും എല്ലാ രാത്രികളിലും നിങ്ങളെ കാണാൻ. ഞാൻ കാത്തിരുപ്പേൻ.